ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയായിരിക്കും. എല്ലാവരും സേഫായിട്ട് ഇരിക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന വീഡിയോ അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ കല്യാണം കഴിയുന്ന എല്ലാവരും അറിയണം. വീഡിയോ കാണുന്ന എല്ലാവരും അറിയണം. നമ്മൾ കല്യാണം കഴിഞ്ഞ് പുതിയ ജോഡികൾ നമ്മൾ ഭയങ്കര ബന്ധത്തിലാണ്. നമ്മൾ നല്ല മെയ്ഡ് ഫോർ ഈച്ച് അതറാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കണം. മതി വീഡിയോയിലേക്ക് പോവാം. ചെയ്യാനാണ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണാം. ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻ്റ് ആയ വീഡിയോസും പിന്നെ വ്ളോഗിങ് ടൈപ്പുള്ള വീഡിയോസും. വ്ളോഗ് ടൈപ്പ് പറഞ്ഞ ഉദ്ദേശിച്ചത് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക, അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്റർകാസ്റ്റ് മാരേജ് ഞങ്ങളിപ്പോൾ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങല്ലേ? എന്നാ തുടങ്ങിക്കോളൂ. ഞാൻ മറപ്പരായിരുന്നു പോയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്റർകാസ്റ്റ് മാരേജിന് ഇപ്പോൾ ഞങ്ങൾ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാരേജ് നമ്മൾ അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് റെസീറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം നമ്മുടെ അടുത്തുള്ള രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ചു ഇന്റർകാസ്റ്റ് മാരേജിൻ്റെ എങ്ങനെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നമ്മൾ അക്ഷയയിൽ പോയിട്ട് ഒരു ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ രജിസ്റ്റർ ഓഫീസിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അവരത് അവിടെ നോട്ടീസിലിടും. എന്നിട്ട് ആണ് നമ്മളെ വിളിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അക്ഷയയിലേക്ക് പോയി. അവിടെ നമ്മുടെ രണ്ടുപേരുടെയും പേര്, ഡീറ്റെയിൽസ്, വീട്ടുപേര്, കാര്യങ്ങൾ, പഞ്ചായത്ത്, താലൂക്ക്, എല്ലാ കാര്യങ്ങളും ചോദിച്ചു. പിന്നെ കല്യാണ കത്ത് അത് വേണം. പിന്നെ ഫോട്ടോ അങ്ങനെ നിർബന്ധമില്ല. പിന്നെ അമ്പലത്തിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ ഒരു ചെറിയ സ്ലിപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, അതും അതാവശ്യമുണ്ട്. അതൊക്കെ നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്കാണ് ആവശ്യം. രജിസ്ട്രേഷന് അതിൻ്റെ ആവശ്യം. പിന്നെ ആധാർ, രണ്ടുപേരും മസ്റ്റ്. ആധാർ മസ്റ്റാണ് കേട്ടോ. ആധാർ, SSLC ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ചോദിച്ചിട്ടുണ്ടായിരുന്നു. SSLC, റേഷൻ കാർഡ്, റേഷൻ കാർഡ്, SSLC, ഈ എല്ലാ ഡോക്യുമെന്റ്സും എന്ത് ചെയ്യുക മസ്റ്റായിട്ട് നമ്മൾ കയ്യിൽ ഉണ്ടാവണം. പിന്നെ അതൊക്കെ വെച്ച് നമുക്ക് രണ്ടുപേരെയും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. ഞങ്ങൾ കുറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ അക്ഷയ സെൻറ്ററിലേക്ക് അയച്ചു കൊടുത്തത്. അപ്പോൾ അവർ അവിടെ നിന്ന് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നമുക്കൊരു ഫോം തരികയാണ് ചെയ്തത്. ആ ഫോമും കൊണ്ട് നമ്മൾ നേരെ നമ്മുടെ അടുത്തുള്ള രജിസ്റ്റർ ഓഫീസിൽ ചെല്ലണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാ ഐറ്റംസും വേണം. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചതിൻ്റെ നമ്മൾ പഞ്ചായത്ത് കിട്ടിയത്, പിന്നെ SSLC, രണ്ടുപേരും SSLC, രണ്ടുപേരെയും ഫോട്ടോ, പിന്നെ രണ്ടുപേരെയും ആധാർ കാർഡ്, ഐഡന്റിറ്റി പ്രൂഫ്, പിന്നെ 3 സാക്ഷികൾ വേണം. അവരുടെ ആധാർ അത് വരുമ്പോൾ നമ്മൾ പിന്നീട് ചെല്ലുമ്പോൾ അത് കൊണ്ടുവരണം. ഒറിജിനൽ വേണം. ഇതെല്ലാം നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു മാസം വരെ നമുക്കൊരു പീരീഡ് ഉണ്ടാവും. ആ ഒരു മാസത്തിലാണ് ഇവര് നോട്ടീസ് ഇടും. നമ്മുടെ ആ ഫോട്ടോസും ഇതൊക്കെ വെച്ചിട്ട് ഒരു മാസം അവിടെ നോട്ടീസിലിടും. ജസ്റ്റ് ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു നോട്ടീസിലിടും. നോട്ടീസിലിട്ട് നമുക്ക് ഒരു കറക്റ്റ് ഒരു മാസം നമുക്ക് ഡേറ്റ് തരും. ആ ഡേറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ചെല്ലുക. ഈ സാക്ഷികളൊക്കെ ആയിട്ട് അന്നാണ് പോകേണ്ടത്. സാക്ഷികളോ അത് വീട്ടിലുള്ളവരോ അങ്ങനെയുള്ളവരായിരിക്കണം. അവരൊക്കെ ആയിട്ട് നമ്മൾ ആ ഡേറ്റിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ ഫീസ് ഉണ്ടായിരുന്നു അല്ലേ? ഫീസ് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ല, കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷത്തോളം ആയി. ഡിസംബറിലാണ് ഇതെല്ലാം റെഡി ആയത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഡിസംബറിലാണ് ഞങ്ങളുടെ
ഡിസംബർ 15. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മാരേജിന്റെ ടൈമില് നേരത്തെ കൊടുക്കണ്ടായിരുന്നു. ഞങ്ങള് ഒരു മാസം മുന്നേ കൊടുക്കണ്ടായിരുന്നു. ഞങ്ങളത് രജിസ്ട്രേഷൻ നമ്മള് അക്ഷയന്ന് ചെയ്ത് സാധനം കിട്ടിയിട്ട് എന്ത് ചെയ്തു, കയ്യിൽ വെച്ചു. ഒരു മാസം കഴിഞ്ഞിട്ട് പോവാ, അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് പോവാ ചെയ്ത്. അപ്പൊ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ടാണല്ലോ ചെയ്യണ്ടേ, അങ്ങനെ വിചാരിച്ച് കയ്യിൽ വെച്ചു. അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് വീണ്ടും ഒരു മാസം അത് നോട്ടീസ് ബോർഡിൽ ഇടണമെന്ന് അറിഞ്ഞത്. അപ്പൊ ഡയറക്റ്റ് നമ്മള് അക്ഷയന്ന് കിട്ടിയ സാധനം നേരത്തെ നമ്മള് എവിടേക്കും പോകേണ്ടത്, നേരെ രജിസ്റ്റർ ഓഫീസിലേക്കായിരുന്നു പോകേണ്ടത്. പക്ഷെ നമ്മളത് എന്ത് ചെയ്തു, ഒരു മാസം ഡിലേ ആയി. അതുകൊണ്ട് നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് വീണ്ടും 1 month ഡിലേ ആയി. അപ്പൊ അതിനുശേഷം എല്ലാവരും സാക്ഷികാരൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ഞങ്ങള് വീട്ടിൽ അനിയനെയും അമ്മയെയും പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെയാണ് കൊണ്ടുപോയത്. അവരുടെ ആധാർ കാർഡ് ഒറിജിനലി വേണം. അത് വേണം. അതിന്റെ ഫീസിന്റെ കാര്യങ്ങൾ കറക്റ്റ് എത്രയെന്ന് ഓർമ്മ കിട്ടില്ല. നമ്മൾക്ക് അതിന് ചാൻസിന്റെ ഒരു ഇതൊക്കെ തരും, ഫോം തരും. അക്ഷയയിലും ഫീസ് ആയിട്ടുണ്ട്, രജിസ്റ്റർ ഓഫീസിലും ഫീസ് ആയിട്ടുണ്ട്. അത് ഓർക്കണില്ല ഇപ്പൊ. ഇത് മറ്റേ രജിസ്ട്രേഷൻ ഫീസും മറ്റേ ഇത് നമ്മുടെ രജിസ്റ്റർ ഓഫീസിൽ വേറെ എന്തൊരു ഫീസാണ്, കറക്റ്റ് ഓർമ്മ കിട്ടില്ല. അക്ഷയയിൽ നമ്മൾ അവർ ചെയ്തു തരാനുള്ള ഫീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് അഡീഷണൽ അടയ്ക്കണം എന്ന് തോന്നുന്നു. 10-20 അടച്ച ഡൗട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളെ രണ്ടുപേർക്കും വായിച്ച് കേൾപ്പിക്കും. ഇത് നമ്മളെന്തെങ്കിലും അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളും വിളിച്ച് മീൻസ് നമ്മൾ രണ്ടുപേരും ചോദിക്കും. എന്നിട്ട് അതിനുശേഷം സൈൻ ചെയ്യാം. പിന്നെ സൈൻ ചെയ്ത ശേഷം നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാം, നമ്മളൊരു ഇത് വാങ്ങിക്കണം, ഒരു മുദ്രപത്രം 50 രൂപയുടെ മുദ്രപത്രം വാങ്ങിക്കണം. വാങ്ങിക്കൊടുക്കണം. ആ മുദ്രപത്രത്തിലാണ് ഇവര് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ രജിസ്റ്റർ ചെയ്ത മാരേജ് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ് തരാം. നോർമലി ചെയ്യുന്നതല്ല. നോർമലി ചെയ്യുമ്പോൾ അക്ഷയമായിട്ട് വേറൊരു ടൈപ്പിലാണ് ചെയ്യുക. ഇത് നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ചെയ്യുന്നത് പഞ്ചായത്ത് വഴി ചെയ്യാൻ പറ്റും. പഞ്ചായത്ത് വഴി ഞങ്ങൾ അത് ചെയ്തില്ല. ഞങ്ങൾ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അത്രയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ അല്ലുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് രജിസ്ട്രേഷൻ ചെയ്തത്. പിന്നെ ഇത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാതെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. കമന്റ് ചെയ്യുക, നമ്മളെങ്ങനെ കണ്ടുപെട്ടി, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമന്റ് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ. എന്തായാലും ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം. ബൈ.